അടിപൊളി പടം. 4ാം ക്ലാസ് വരെ 3ാമത് നോക്കിയിട്ടുണ്ട്. അത്രേ പറയാനുള്ളൂ. അടിപൊളി. കാണണം, എന്തായാലും കാണണം. രോമാഞ്ചം വന്നത് ഇപ്പോഴും പോയിട്ടില്ല. ദൃശ്യം 2ലും 1ലൊക്കെ മികച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. 3ഉം മികച്ചത് തന്നെ. ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ആ രീതിയിലാണ് ഫുൾ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. ലാലേട്ടൻ നോക്കി, അത്ര തന്നെ പറയാനുള്ളൂ. സെന്റിമെന്റൽ മൂവിയാണ്. ദൃശ്യത്തിന്റെ ഏറ്റവും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു സെന്റിമെന്റൽ മൂവി ആയിട്ടോ അവസാനം പടം തീരുന്നത്. പടം കിടിക്കൊന്നും പറയാനില്ല. ജിത്തുവിന്റെ ഏറ്റവും മികച്ച വർക്ക് അവസാനം ഞാൻ പറഞ്ഞല്ലോ, ആ അവസാനത്തെ ജിത്തു ജോസഫിന്റെ 2 പടത്തിനേക്കാളും വളരെ വെച്ചത്. മോഹൻലാൽ ഉണ്ടെങ്കിലേ ജിത്തു ഉള്ളൂ. അങ്ങനെ ഒരു കഴുത്ത് വന്നിരിക്കും കേട്ടോ. ദൃശ്യം കലക്കി തകർത്തടുക്കി. ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിന് ഓരോ കോള് വരുമ്പോൾ നമ്മള് പേടിച്ചിരിക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ്. അടുത്തത് എന്താണ്? സസ്പെൻസ് ആണ്. അടുത്ത ദൃശ്യം 4 ഉണ്ട്, ഉറപ്പാണ്. അത് ജിത്തു സാറുമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കില്ലെങ്കിൽ ബർത്ത്ഡേ ആണല്ലോ, അടിപൊളിയാ. തൂക്കി തിയേറ്റർ ഇളക്കി മറിഞ്ഞു. ആ